ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. ആ പോസ്റ്റിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്, മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒരു മരണ ചടങ്ങിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു ടോപ്പിക്. സുപ്രിയ മേനോന്റെ പോസ്റ്റ് എങ്ങനെയാണ്, അതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ്. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതായത് ദുഃഖം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ ഒന്നാണ്. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് സമാധാനമായി ആ വിയോഗത്തിൽ ദുഃഖിക്കുവാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ വളരെ ദാരുണമാണ്. പിന്നീട് രണ്ടാമത് പ്രതിപാദിക്കുന്നത് സെൽഫി സംസ്കാരത്തെ പറ്റിയാണ്. ചുറ്റും ക്യാമറ കണ്ണുകളും മൊബൈൽ ഫോണുകളുമാണ്. പലരും മൂലകളിൽ നിന്ന് സെൽഫി എടുക്കുവാനും വരുന്ന സിനിമാ താരങ്ങളെ വിരൽ ചൂണ്ടി കാണിക്കുന്നതിനും മാത്രമായിട്ടാണ് ഈ ടൈം യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചെങ്കിലും മര്യാദ കാണിക്കാനും ഈ പോസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മരിച്ചവരും അവർ ബാക്കി വെച്ചു പോയവരും കുറച്ചുകൂടി നല്ല പെരുമാറ്റം നമ്മളിൽ നിന്ന് അർഹിക്കുന്നില്ലേ? അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ഒരു കാഴ്ച വസ്തുവായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നും കൂടി സുപ്രിയ മേനോൻ പറയുന്നുണ്ട്. ഒരു തകർന്ന കുടുംബം അവരുടെ പ്രിയപ്പെട്ടവർക്കായി അവസാനമായ യാത്രയപ്പ് നൽകുവാൻ നിൽക്കുമ്പോൾ അത് എല്ലാവർക്കും കാണാനായി തത്സമയം സംപ്രേഷണം ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ സ്വയം തിരുത്തേണ്ട സമയമായില്ലേ എന്നും സുപ്രിയ മേനോൻ ചോദിക്കുന്നുണ്ട്. ഇതാണ് പോസ്റ്റിന്റെ സംഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 24/7 ചാനലുകളിൽ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായും അവരുടെ ആ ശ്രീനിവാസന്റെ ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണാനന്തര ചടങ്ങാണെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, അതോടൊപ്പം തന്നെ ലംഘനമാണെന്നുള്ളതിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഒരു എന്ത് അവസ്ഥയാണല്ലേ ഇത്രയും ചാനലുകാർ. ഇപ്പം ചാനലുകാർ മാത്രമല്ല, നമുക്ക് ഓൺലൈൻ മീഡിയാസ് ഒരുപാടുണ്ട്. ഇവരുടെ ക്യാമറ സെൽഫി, ഇവരുടെ ക്യാമറ കണ്ണുകൾ, അതോടൊപ്പം തന്നെ ചാനലുകളുടെ ക്യാമറ കണ്ണുകൾ, അതോടൊപ്പം തന്നെ ജനലക്ഷങ്ങൾ, അതോടൊപ്പം തന്നെ സഹപ്രവർത്തകർ, ഇവരെല്ലാം നിൽക്കുകയാണ്. അപ്പം എന്ത് പ്രൈവസിയാണ് ഇവർക്ക് ആ കുടുംബത്തിന് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് സുപ്രിയ മേനോൻ നമ്മളോട് എല്ലാവരോടുമായിട്ടും ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിന്റെ കേസിൽ തന്നെ, ദിലീപിന്റെ കോടതി വിധിയിൽ ഇത് വരുന്നതിൻ്റെ അന്ന്, അതായത് നമ്മുടെ കേസിന്റെ വിധി വരുന്ന നിമിഷം റിപ്പോർട്ടർ ചാനലിന്റെ ക്യാമറ ഉൾപ്പെടെ ദിലീപിന്റെ വീടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഡ്രോൺ ഉപയോഗിച്ച് അയച്ചു അകത്ത് വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തരത്തിലുള്ള ഒരു നമുക്ക് നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്, നമ്മുടെ ഇതാണ്. അവിടെ കടന്നുകയറ്റം നടത്തിയാണ് ഈ ചാനലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. സോ എത്രത്തോളം അധപ്പതിച്ചു നമ്മുടെ മാധ്യമ ധർമ്മം, അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണെങ്കിലും. കാരണം എല്ലാവർക്കും കോണ്ടന്റ് ആണ് വേണ്ടത്. അതിനനുസരിച്ച് അവരെല്ലാവരും ഓടിപ്പിക്കണം. ഏത് വിഷ്വലാണ്, കരയുന്ന സീൻ എങ്ങനെയാണ് കൃത്യമായി എത്തിക്കാൻ, ഏത് ആംഗിളിൽ കൂടെ എങ്ങനെ കൃത്യമായി എത്തിക്കണം, അങ്ങനെ അതിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. അപ്പൊ ഇവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായി കടന്നുകയറ്റമാണെന്നുള്ളത് നിസ്സംശയം പറയാം. അതോടൊപ്പം തന്നെ ഓരോ സെലിബ്രിറ്റീസും വരുന്നു, അവരെ പുറകെ നടന്ന് അവരുടെ ഈ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സുപ്രീം പറയുന്നത് അങ്ങനെയാണ്. കാരണം അവർ ആ ഒരു ചടങ്ങിൽ വന്നതാണെന്ന് പോലും ആലോചിക്കാതെ അവരുടെ അടുത്ത് പോയി സെൽഫി ചോദിക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ നമ്മളും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഇവരെ ബാധിക്കില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ റേറ്റിംഗ്, അവരവരുടെ വ്യൂസ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവരിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ, ഇപ്പൊ സുപ്രീമനും പങ്കുവെച്ചതുപോലുള്ള ഒരു കൺസേൺ ഇവരെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം, കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ഇതുകൊണ്ട് മാത്രം വന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പോസ്റ്റിനോട് പൂർണ്ണമായും സുപ്രിയ മേനോനോട് യോജിക്കുന്നു എന്നുകൂടി എടുത്തു പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.